Ladies and gentlemen, boys and girls, platform സൗണ്ടിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ ദൗണ്ട് ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. നമ്മൾ ഓൾറെഡി പുണെ ഡിവിഷനിലേക്ക് കയറി കഴിഞ്ഞു. സെൻട്രൽ റെയിൽവേയുടെ ഈ പുണെ ഡിവിഷൻ എന്ന് പറയുന്നത് ലോണാവാല ഔട്ടർ വരെയാണ്. ഇനി ലോണാവാല ഔട്ടറിൽ നിന്ന് നമ്മൾ മുംബൈ ഡിവിഷനിലേക്ക് കയറും. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിൻ നമ്പർ 16332 തിരുവനന്തപുരം സെൻട്രൽ മുംബൈ CSMT വീക്ക്ലി എക്സ്പ്രസ്സിലെ യാത്രയിലാണ്. ഇത് നമ്മുടെ 4th and final പാർട്ട് ഓഫ് ദ വീഡിയോ ആണ്. മുമ്പിലത്തെ പാർട്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തേക്കാം. വെൽക്കം ടു ദ സ്പോട്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ദൗണ്ട് ഇൻഡോർ എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. ഈ കിടക്കുന്നതാണ് ദൗണ്ട് ഇൻഡോർ എക്സ്പ്രസ്. വെള്ളം മേടിക്കണം. ഇവിടെ നിർത്തുന്ന സ്ഥലത്ത് കട വല്ലതും ഉണ്ടായാൽ മതിയായിരുന്നു. അവിടെ ഒരു ഫുഡ് സ്റ്റോള് ഉണ്ട്. അതിനടുത്തായിട്ട് നമ്മൾ നിർത്തും. നമുക്കെന്നാൽ പോയി കുറച്ച് വെള്ളം മേടിച്ചിട്ട് വരാം. തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ തണുത്ത വെള്ളം തന്നെ മേടിച്ചിടാം. അതാവുമ്പോൾ പിന്നെ സമയം 1:43 നമ്മൾ ഡൗണിലെത്തിയിരിക്കുന്നു. അപ്പോൾ കുറച്ച് വെള്ളം മേടിച്ചിട്ട് വെളിക്ക് തിരിച്ചു തരാം. സമയം 1:51. നമ്മളങ്ങനെ പുറപ്പെട്ടു. ഇവിടെ ഫുഡ് അവൈലബിൾ ആണ്. പുലാവ്, ബിരിയാണി, പിന്നെ വടപ്പാവ്, പിന്നെ ബ്രെഡ് ഓംലെറ്റ്, പിന്നെ കുറേ ഐറ്റംസ് വരുന്നുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. വെള്ളം, ജ്യൂസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലോണം സ്റ്റോളുകളും ഉണ്ടായിരുന്നു ഈ പ്ലാറ്റ്ഫോമിൽ. ദൗണ്ട് ഇൻഡോർ എക്സ്പ്രസ്സിന് ഇവിടുന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. തുഗ്ലക്കാബാദ് ഷെഡിൻ്റെ ലോക്കമാണ് 30373. അപ്പോൾ നമ്മളങ്ങനെ ദൗണ്ട് ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പുറത്ത് ഒരു ട്വിൻ വാഗൺ ആൻഡ് ഹോൾഡ് ഫ്രൈറ്റ് കിടക്കുന്നുണ്ട്. ഇതിൽ ഈ റെഡ് കളർ പാൻറ്റോ ഹൈ റീച്ച് പാൻറ്റോ ആണ്. ഹൈ റീച്ച് പാൻറ്റോ ആണ് ഈ റെഡ് കളർ പാൻറ്റോ. ഇപ്പുറത്തുള്ളത് നോർമൽ പാൻറ്റോ ആണ്. രണ്ട് ലോക്കോന് ഓരോ ഹൈ റീച്ച് പാൻറ്റുണ്ട്. പുണെ ഷെഡിൻ്റെ ലോക്കോസാണ്. അത്യാവശ്യം പുതിയ ലോക്കോ വന്നിട്ട് CLW ദാംപുണി ബിൽഡാണ്. ദൗണ്ട് ഒരു വലിയ യാർഡാണ്. ദൗണ്ട് ഹ്യൂജ് യാർഡാണ്. ഉള്ളിലേക്കൊക്കെ നിറച്ച് ഇതുള്ള യാർഡാണ്. ഇവിടെയൊക്കെ ഫ്രൈറ്റ് കിടക്കുന്നുണ്ടാവും. E5 ഈറോഡ് ഷെഡ് DDDXൻ്റെ. ഇവിടെ ദൗണ്ടിൽ പണ്ടൊരു ഡീസൽ ലോക്കോ ഷെഡ് പണിത് തുടങ്ങിയായിരുന്നു അവർ. പിന്നെ അവർ നിർത്തി. അതല്ല ഇലക്ട്രിക് ലോക്കോ ഷെഡ് ആയിരുന്നു. ഇലക്ട്രിക് ലോക്കോ ഷെഡ് എന്ന് പറഞ്ഞാൽ പുതിയ സ്ട്രക്ചറാണ് ഇരിക്കുന്നത്. ഡീസൽ ലോക്കോ ഷെഡിന് വേണ്ടി പണിത സ്ട്രക്ചർ ഇപ്പോഴും ഉണ്ട്. അതെനിക്കൊന്ന് വാഗൺ മെയിൻ്റനൻസ് ഷെഡ് എന്തോ ആക്കി ഇപ്പോൾ അവർ. അങ്ങനെ ദൗണ്ട് യാർഡ് കഴിഞ്ഞു. നമ്മൾ പുറത്തേക്ക് വന്നു. റൈറ്റിലോട്ട് തിരിഞ്ഞു പോകുന്ന ലൈന്, ഈ റൈറ്റിലേക്ക് തിരിഞ്ഞു പോകുന്ന ലൈനാണ് ഇവിടുന്ന് അഹമ്മദ് നഗർ, അതായത് ഇപ്പോൾ അഹില്യനഗർ എന്നറിയപ്പെടുന്ന സ്ഥലം. അഹില്യനഗർ വഴി മൺമാഡിലേക്ക് പോകുന്ന ലൈന് ഈ ലൈനാണ്. നമ്മൾ ഈ ലൈൻ വഴി നമ്മുടെ മൈസൂർ ഷിർഡി എക്സ്പ്രസ്സിന് ഒരു യാത്ര വന്നിട്ടായിരുന്നു. ഈ സായിബാബയുടെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മെയ് മാസത്തിൽ ഒരു ട്രിപ്പും കൂടി ഇതുവഴി ഞാൻ വരുന്നുണ്ട്. ഒരു സ്ലീപ്പർ ഫാക്ടറിയാണ്. കഴിഞ്ഞുള്ള റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ദൗണ്ട് കോഡ് ക്യാബിൻ എന്ന് പറഞ്ഞ സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. ദൗണ്ട് കോഡ് ക്യാബിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് ബൈപ്പാസ് ലൈനിലെ സ്റ്റേഷനാണ്. ഈ കാണുന്ന സ്റ്റേഷൻ. ഇത് അഹില്യനഗർ സൈഡിൽ നിന്ന്, മൺമാട് സൈഡിൽ നിന്ന് വന്ന് പുണേയിലേക്ക് പോകുന്ന ട്രെയിനുകൾ
മൺമാളിൽ റിവേഴ്സ് ചെയ്യാണ്ട് പോകാൻ വേണ്ടിയുള്ളതാണ് ഈ ഡൗൺ ടു കോഡ് ലൈൻ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിപ്പോൾ ഡബിൾഡാണ്. നമ്മുടെ കഴിഞ്ഞ യാത്രയ്ക്ക് അത് സിംഗിൾ ലൈൻ ആയിരുന്നു, ഇപ്പോൾ ഡബിൾഡാണ്. പിന്നെ ഡബിളിങ് കഴിഞ്ഞിടയ്ക്കാണ് കമ്മീഷൻ ചെയ്തത്. എനിക്കൊന്നൊരു കഷ്ടിച്ച് ഒരു മാസമായിട്ടുണ്ടാവും കമ്മീഷൻ ചെയ്തിട്ട്. ഇതുവഴി നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഇരുട്ടത്തായിരുന്നു, അതുകൊണ്ട് നമ്മൾ ക്യാപ്ചർ ചെയ്തില്ലായിരുന്നു. ഇനി എപ്പോഴെങ്കിലും ഒരു ദിവസം നമുക്ക് ഭാഗ്യം കിട്ടും പകലൊരു വരാൻ, അപ്പോൾ നമുക്കത് അന്ന് നമുക്ക് ചെയ്യാം. പാട്ടസ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. സ്റ്റീൽ കോയിൽസ്, പല സൈസുള്ള സ്റ്റീൽ കോയിൽസ് കേട്ടോ. ട്വിൻ ജീസൺ ഹോൾഡാണ്. നമ്മൾ കുറച്ചധികം നേരം മുരളി എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ ഔട്ടറിൽ കിടന്നിട്ട് ഇപ്പോൾ ജസ്റ്റ് വിട്ടിട്ട് ഏകദേശം 20 മിനിറ്റോളം ഇവിടെ കിടന്നു. ഒരു 2:25 ആയപ്പോൾ നമ്മൾ എത്തിയത്. ഇപ്പോൾ 2:45 സമയം. നമുക്കിനിയും കുറച്ച് ദൂരം കൂടെ പോകേണ്ട പൂനെയിലെത്താൻ. ഇത് മിസ് ചെയ്തു. ലൂപ്പ് ലൈൻ വഴി ഓവർടേക്കാൻ തോന്നുന്നു. ലൂപ്പ് ലൈൻ റൺ ത്രൂ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇനിയും 30 കിലോമീറ്റർ ഉണ്ട് പൂനെയിലെത്താൻ. 3:10 നമ്മുടെ കറക്റ്റ് ടൈം. 3:10 എന്തായാലും എത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ചധികം നേരം അകത്തിരുന്നിട്ട് ഇപ്പോൾ ജസ്റ്റ് ഡോറിലേക്ക് വന്നു. നല്ല ചൂടുണ്ട് പുറത്ത്. നമ്മൾ മഞ്ചരി ബുദ്രോക്ക് എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഇപ്പോൾ പാസ് ചെയ്ത് ഹഡപ്സർ എത്താറായി. ഹഡപ്സർ എന്ന് പറയുന്ന പൂനെയുടെ സാറ്റലൈറ്റ് സ്റ്റേഷനാണ് ഇപ്പോൾ ജസ്റ്റ് എത്തുന്നത്. ഈ വണ്ടിയിൽ നല്ലൊരു ശതമാനം തിരക്കും. 2 കോച്ചിലും A1 A2 പൂനെയിൽ ഇറങ്ങും. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ബാഗ് ഇപ്പോൾ ഒറിജിനൽ സീറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെച്ചു. കാര്യം ഇനിയിപ്പോൾ ഞാൻ ഇത്ര നേരം ഇരുന്നുണ്ടായിരുന്ന സീറ്റിലെ ബുക്കിംഗ് പൂനെ വരെ ഉള്ളൂ. അപ്പോൾ പൂനെയിൽ നിന്ന് സൺഡേ ആയതുകൊണ്ട് പൂനെയിൽ നിന്ന് ബോംബെയിൽ എല്ലാ വണ്ടിയും ഫുള്ളായിരിക്കും. ഇതിൻ്റെയും കറണ്ട് അവൈലബിലിറ്റിയൊക്കെ നോട്ട് അവൈലബിളാണ് കാണിക്കുന്നത്. ചാർട്ടായി. ഭയങ്കര ബുദ്ധിയുള്ള റെയിൽവേ ആണോ, ഭയങ്കര ബുദ്ധിയുള്ള റെയിൽവേ സോണാണിത്. അവർ പുണെയുടെ ചാർട്ട് രാവിലെ കലബുർഗിയിൽ തന്നെ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇന്നലെ രാത്രി ചാർട്ടായി കഴിഞ്ഞു. ഹഡപ്സർ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് പൂനെയുടെ പുതിയ സാറ്റലൈറ്റ് ടെർമിനൽ. അപ്പുറത്തെ സൈഡിലാണ് വന്ന ടെർമിനൽ പുതിയ ബിൽഡിങ്സ് വന്നിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിലാണ് വന്നതാണ്. ഇതാണ് പുതിയ എൻട്രൻസ്. നല്ല ഭംഗിയുള്ള എൻട്രൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പുറത്തൊരു പുതിയ പ്ലാറ്റ്ഫോംസ് കിട്ടിയിട്ടുണ്ട്. അറിയില്ല, അപ്പോൾ അത് ഡോറൊക്കെ ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് ഇനി എന്തായാലും കാണിക്കാൻ പറ്റില്ല. ഇനി പിന്നീട് എപ്പോഴെങ്കിലും ഇതുവഴി വരുമ്പോൾ നമുക്കത് കാണാം. വരുന്നതാണ് പൂനെ ഡൗൺ ടു ഡെപ്പോ. നമ്മളങ്ങനെ പൂനെയിലേക്ക് എത്താറായി. നഗരത്തിൻ്റെ വൃത്തികേട് വന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നമ്മൾ ലാസ്റ്റ് ടൈം പൂനെ വന്ന് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നായിരുന്നു. അന്ന് മട്ക ഇതും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല ട്രാഫിക്കും ഒക്കെ ആയിരുന്നു സിറ്റിയിൽ. ഇന്നിപ്പോൾ ഹോളി കഴിഞ്ഞോടെ നമ്മൾ വരുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള കേട്ടോ കോച്ചിങ് യാർഡ്. വാപ്സൺ ഹാളിൽ ട്രെയിൻ വരുന്നത്. അതൊക്കെ ചുമ്മാ ഫ്രണ്ട് കൂടെ അങ്ങോട്ട് നടക്കുന്നുണ്ടോ? ഇറ്റാർച്ചി ഷെഡിൻ്റെ വാപ്സാനാണ് 3706.
सूपर एक्सप्रेस रानी कमलापति पुणे रानी कमलापति. നമ്മളെനിക്ക് 1, 2, 3 ഏതൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് പോകാൻ പോകുന്നത്. ഈ പുणे സ്റ്റേഷനുള്ള എൻട്രിയും എക്സിറ്റും ഭയങ്കര ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. കാര്യം എല്ലാം 15 km/h ലൂപ്പും ഒക്കെയാണ്. ഈ റാണി കമലാപതി എന്ന് പറയുന്ന ഭോപ്പാലിലുള്ളൊരു സാറ്റലൈറ്റ് സ്റ്റേഷനാണ്. ഹബീബ്ഗഞ്ച് എന്നൊരു സ്റ്റേഷൻ പഴയ പേര്. പിന്നെ റാണി കമലാപതി എന്നവർ റീനെയിം ചെയ്തതാണ്. ഇത് ഫുൾ AC കോച്ച് മാത്രമുള്ള ഹംസഫർ. 14 AC കോച്ച് മാത്രമേ ഉള്ളൂ. വണ്ടിക്ക് കയറാൻ നല്ല തിരക്കുണ്ട് ഇവിടുന്ന്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇന്ന് സൺഡേ ആണ്. പിന്നെ ബോംബെയിലോട്ട് ഒരുപാട് പേര് ഇവിടെ തിരിച്ചു പോകും. നമ്മുടെ വണ്ടി അങ്ങനെ 3:24 പുണയിലെത്തി. ഒരുപാട് പേര് കയറാനുണ്ട് കേട്ടോ ഇവിടുന്ന്. ഞാൻ പറഞ്ഞ തന്നെ കോച്ചിയുടെ കാലിയാവും ഇവിടെ അത്ര അങ്ങനെ വീണ്ടും ആൾ കയറുകയും ചെയ്യും. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ കോച്ചോട് മാറി കയറി ഇരുന്നത്. കാര്യം എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. 3:35 കേട്ടോ, വണ്ടി ലേറ്റായി. പ്രതീക്ഷിച്ച പോലെ തന്നെ കോച്ച് ഫുള്ളായി ഇവിടുന്ന്. ഞാൻ അപ്പുറത്തെ കോച്ച് എഴുതിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ പിന്നെ ബാഗ് എടുത്ത് നമ്മൾ ഓടേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ബാഗ് കൊണ്ടുവന്ന് വെച്ചത്. ബ്രേക്ക് ആപ്ലിക്കേഷൻ ടെസ്റ്റാന്ന് തോന്നുന്നു. നേരത്തെ നമ്മൾ ദൗണ്ട് വെച്ച് കണ്ട ദൗണ്ട് ഇൻഡോർ എക്സ്പ്രസ് ആണത്. അതിന് ഓടിങ് എത്തി നമ്മൾ പറയാം. മിക്കവാറും നമ്മൾ ഇറങ്ങുമ്പോഴേക്കും മറ്റേ ഉദ്യാനവും എത്താൻ സാധ്യതയുണ്ട്. ഉദ്യാനം കോയിനൊക്കെ എത്താൻ സാധ്യതയുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 2-ൻ്റെ അറ്റത്തായി ഇവിടെ ഒരു ചെറിയ സൈഡിങ് ഉണ്ട്. ഈ ഒബ്സർവേഷൻ കാർ, ഇൻസ്പെക്ഷൻ കാറൊക്കെ കൊണ്ടുവന്നിടാൻ വേണ്ടിയുള്ള ചെറിയ സൈഡിങ് ആണ്. അവിടെ മുകളിൽ കൂടെ പൂനെ മെട്രോ ട്രെയിൻ പോകുന്ന കാണാം, മഹാ മെട്രോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. പൂനെ മെട്രോൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസം. ടിറ്റാഗർ വാഗൻസിന് പണിത കോച്ചസാണ്. നല്ല ഭംഗി, നല്ല ഇൻറ്റീരിയേഴ്സാണ് കോച്ചസിൻ്റെ. നമ്മൾ നേരത്തെ കണ്ട അതേ ലോക്കാണ്. സാക്കറിന് പരസ്യമുള്ള 30373 തുഗ്ലക്കാബാദിൻ്റെ. അപ്പുറത്ത് ഡെക്കൻ എക്സ്പ്രസ് ആണ്. ഡെക്കൻ എക്സ്പ്രസ് വിട്ടുപോയി. അപ്പോൾ അതാണ് നമ്മൾ ഡിലേ ആയത്. ഡെക്കൻ എക്സ്പ്രസ് ഇവിടുന്ന് 3:27 എടുക്കേണ്ട വണ്ടിയായിരുന്നു. പിന്നെ അവൻ പോയി, അവൻ ഒരു ബ്ലോക്ക് കടന്നിട്ട് നമ്മളെ വിട്ടാൻ തോന്നുന്നു. ഡെക്കൻ എക്സ്പ്രസ് നമ്മൾ ഓവർടേക്ക് ചെയ്യോ അത് അങ്ങനെ ട്രെയിൽ ചെയ്യുമോ എന്നറിയില്ല. അതോ ഗാർഡ് സെക്ഷനിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി അവനെ നമ്മൾ രണ്ട് ലൈൻ കൂടെ വിടുകയാണോ പരിപാടി എന്താണെന്നുള്ള അറിയില്ല. നമ്മളങ്ങനെ പുणे സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് മെയിൻ ലൈനോട് തിരിച്ചു കയറുന്നു. പിന്നെ പുണെയുടെ 39547 കിടക്കുന്നുണ്ട്. അപ്പുറത്ത് പുണെയുടെ മറ്റൊരു ലോക്കോണ് 39549. 547 549 കൊള്ളാം.
ഇത് പുണേയിലെ ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡാണ്. അതിനകത്തൊരു ലോക്കോ ഉറപ്പുണ്ട്, അതും പുണെ ഷെഡിന് തന്നെയാണ്. പുണെ ഇൻ്റർസിറ്റിയുടെ റേക്ക് കിടക്കുന്നു ഇവിടെ. പുണെ CSMT ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ഇത് പുണെ ഡിവിഷൻ്റെ പുണെ ബേസ്ഡ് ട്രെയിനാണ് തോന്നുന്നത്. അപ്പോൾ അതിനോട് പുണെ ഇറങ്ങി അങ്ങേ അറ്റത്ത് കിടക്കുന്ന EMU ഇവിടെ പുണെ ലോണാവല ഓടുന്ന EMU ആണ്. EMUs ഒക്കെ ബോംബെയിൽ നിന്ന് വരുന്ന കേട്ടോ. ബോംബെയിൽ നിന്ന് MT റേക്ക് ഓടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ കിടന്ന ലോക്കൽ ഓടുന്നതാണ്. തിരിച്ചു വല്ല മെയിൻ്റനൻസ് ഡ്യൂ ആകുമ്പോൾ ഇവിടുന്ന് MT റേക്ക് ഓടിച്ച് ബോംബെ കൊണ്ടുപോകും. കാർഡ് സെക്ഷനിൽ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ ഫിറ്റ്നസ് ഇല്ല, അതിലാണ് MT റേക്ക് പോകുന്നത്. അതിന് മുകളിൽ കൂടെ മെട്രോ പോകുന്നുണ്ടോ. ഞാൻ മെട്രോയിൽ നിന്ന് ഈ ഒരു സീൻ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മെട്രോ വീഡിയോ കണ്ടതിൽ കാണാൻ പറ്റും. വലിയ ആളൊന്നുമില്ല, എന്നെ കാലിയാണ്. ഞാനെന്ന് യാത്ര ചെയ്തപ്പോൾ നല്ല തിരക്കായിരുന്നു. എന്നാൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസമായിരുന്നല്ലോ. തമ്പുരാനെ പാലത്തിന് മുകളിൽ നിർത്തുന്ന ഇവിടുത്തെ മെട്രോന് ഓവർ ഹെഡ് ട്രാക്ഷൻ ആട്ടോ. നമ്മുടെ കൊച്ചിയിലെ 3rd റെയിലാണ്. അതായത് ട്രെയിൻ ഓടുന്ന പാളത്തിനോട് ചേർന്ന് തന്നെ വേറൊരു താഴെ തന്നെ ഒരു ലൈൻ കിടക്കുന്നുണ്ട്. അതിൽ കൂടെ DC ട്രാക്ഷനാണ് കൊടുക്കുന്നത്. ഇത് ഓവർ ഹെഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്, AC ട്രാക്ഷനാണ് ഇതിന്. പക്ഷേ ഇതിനിങ്ങനെ ഒരു ക്രൗൺ പോലെയൊക്കെ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ഇവരുടെ. ഇതേപോലത്തെ ഒരു ഡിസൈനാണെന്ന് തോന്നുന്നു മറ്റേ നമ്മുടെ ബുള്ളറ്റ് ട്രെയിനും വരാൻ പോകുന്നത്. നമ്മൾ പാലത്തിന് മുകളിലൊക്കെ നിന്നു. അതായത് ശിവാജിനഗർ ഹോം സിഗ്നലാണ്. ഡെക്കൻ എക്സ്പ്രസ് അവിടെ കിടക്കുന്നുണ്ടാവുള്ളൂ ഇപ്പോഴും. ശിവാജിനഗറിലെങ്ങാനും ഡെക്കൻ എക്സ്പ്രസ് കിടക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നപ്പോൾ നമ്മൾ ലൂപ്പിൽ കയറി. ഇവിടെ മെയിൻ ലൈനിലൊരു കണ്ടെയ്നർ ട്രെയിൻ കിടക്കുന്നുണ്ട്. അതാണ് നമ്മളെ ഡിലേ ചെയ്തത്. ഇവനെ ഇവിടുന്ന് ശിവാജിനഗറിൽ നിന്ന് എടുത്ത് മുന്നോട്ട് വിട്ടിട്ടാണ് നമ്മളെ വിട്ടത് അവിടെ ഇങ്ങോട്ട്. അതാണ് സംഭവം. ഇനി അടുത്ത സ്റ്റോപ്പ് ഖടുക്കിയിൽ അവന് സ്റ്റോപ്പുണ്ട്. പിന്നെ ഖടുക്കി വെച്ച് ഓവർടേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. ഖടുക്കിൽ നിന്ന് അടുത്ത സ്റ്റേഷനാണ്. ഖടുക്കിയിൽ വെച്ച് നമ്മൾ ഡെക്കൻ എക്സ്പ്രസ്സിന് ഓവർടേക്ക് ഒന്നും അറിയില്ല. ഇനി അറിയില്ല ഡെക്കനെ ഫ്രണ്ട് വിട്ട് നമ്മളങ്ങ് അവസാനം വരെ അവൻ്റെ പുറകെ പോകുമെന്നോ അറിയില്ല. ഇതാണ് ഇവിടുത്തെ EMU പ്ലാറ്റ്ഫോം. EMU ട്രെയിനുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു പ്ലാറ്റ്ഫോമാണിത്. ഇപ്പോൾ മിക്കവാറും EMS ഒക്കെ ശിവാജിനഗറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പുണെ ജംഗ്ഷൻ വരെ. നമുക്ക് റൈറ്റ് സൈഡിൽ കയറിയിട്ടില്ല, റൈറ്റിന് ലോക്കാണ് നമുക്ക്. മുക്ലകാബാദ് ഷെഡിന് WAG9 ആണ്. അങ്ങനെ നമ്മൾ തിരിച്ച് മെയിൻ ലൈനിൽ കയറി. നമ്മളിപ്പോൾ ഖടുക്കി എത്തി. ഇവിടെയും ഓവർടേക്ക് ഇല്ല, കാര്യം ഇവിടെ നമുക്ക് ലൂപ്പ് ലൈൻ സ്കിപ്പാണ്. ഖടുക്കിയും ഈ പറഞ്ഞ പോലെ ഒരു പുതിയ ടെർമിനൽ സ്റ്റേഷനാണ് പുണേക്ക്. ഹഡപ്സർ പോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലുള്ള ടെർമിനൽ സ്റ്റേഷനാണ് ഖടുക്കി. ഖടുക്കി ഒരു കൻറ്റോൺമെൻറ്റ് ഏരിയയാണ് പട്ടാളത്തിൻ്റെ. ട്വിൻ WDG4 കിടക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് ഖടുക്കി സ്റ്റേഷൻ. ഇവിടെ ഇപ്പോഴത്തെ സൈഡിലൂടെ 2 പുതിയ പ്ലാറ്റ്ഫോമാണ് ഇതുവരെ.
ട്രൈക്കായിരുന്നു. ഇതിന് ട്വിൻ G9s. ഇപ്പുറത്തെ സൈഡിൽ ഒരു പ്ലാറ്റ്ഫോമുണ്ട്, പഴയ പ്ലാറ്റ്ഫോമുണ്ട്. പുതിയ പ്ലാറ്റ്ഫോം ഒന്നും പണിതിട്ടില്ല. അതുവഴി ഇപ്പോൾ ഒരു EMU മറ്റു പോയത്, ഫ്രൈറ്റ് പോയത് അപ്പുറത്ത് കൂടെ. ചിങ്ച്വാഡ് സ്റ്റേഷനാണ്. അപ്പോൾ ഇതായിരുന്നു ജോധ്പൂർ ഹഡപ്സർ എക്സ്പ്രസ്. കഴിഞ്ഞിടയ്ക്ക് തുടങ്ങിയ 3 ജോധ്പൂർ ട്രെയിനുകൾ ഒരെണ്ണമാണ്. ജോധ്പൂർ ഹഡപ്സർ, കാച്ചിഗുഡ ഭഗത് കി കോട്ടി, അതുപോലെ ചെന്നൈ ഭഗത് കി കോട്ടി എന്നീ 3 ട്രെയിനുകളാണ് കഴിഞ്ഞിടയ്ക്ക് തുടങ്ങിയത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നൊന്നും തുടങ്ങാത്തത് എനിക്കിതൊരു മനസ്സിലായില്ല. ഇത് ഘോരാവാടി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. എന്തുകൊണ്ടോ നേരത്തെ ക്ലിപ്പിൽ മൈക്ക് ഓൺ ആയില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര വിൻഡ് നോയ്സ് വന്നിട്ടുണ്ടാവും. ആ പോയ ട്രെയിന് മുംബൈ LTT കാക്കിനാഡ എക്സ്പ്രസ് ആയിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, ആ ഒരു ക്ലിപ്പ് എടുത്ത സമയത്ത് മൈക്ക് ഓൺ ആയില്ല. നമ്മൾ ഘോരാവാടി കഴിഞ്ഞു. തളേഗാവാണ് അടുത്ത സ്റ്റേഷൻ. എനിക്കൊന്ന് ഡെക്കൻ ഇപ്പോൾ തളേഗാവിൽ എത്തിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ പതുക്കെ പോകുന്നത്. അതിനെ ഒരു ഓവർടേക്ക് ചെയ്യിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മോസ്റ്റ്ലി ലോണവാലയിൽ നിന്ന് 2 ട്രെയിനും കൂടെ ഒരുമിച്ച് 2 ലൈനും കൂടെ വിടാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ നമ്മൾ മിഡ് ലൈൻ വഴി പോകും. തളേഗാവ് എത്തുന്നു. നമുക്ക് ഒരു പച്ച കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഓവർടേക്കാണ്. വായോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തളേഗാവിൽ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. തളേഗാവിലിട്ട് നമ്മൾ ഓവർടേക്കാണ് ഡെക്കൻ എക്സ്പ്രസ്സിനെ. ഈ ഡെക്കൻ എക്സ്പ്രസ്സിൻ്റെ റേക്കാണ് നാളത്തെ മഡ്ഗാവ് ജംഗ്ഷൻ ശതാബ്ദി. EMD 4012 WDP 4D കല്യാണം പുണെ ഷെഡ്. നമുക്കിനി ഘാട്ട് സെക്ഷൻ തുറന്നതിന് മുമ്പ് 2 ക്രോസിങ്ങും കൂടിയുണ്ട്. നമ്മൾ അധികം താമസിക്കാതെ മുംബൈ ചെന്നൈ സൂപ്പർ ഫാസ്റ്റിനെ ക്രോസ് ചെയ്യും. അതുപോലെ നമ്മുടെ അതായത് ഗ്വാളിയർ ദൗണ്ട് വീക്കിലി എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. മുംബൈ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്. ഇതെനിക്കൊന്ന് എഗ്മോറിലേക്ക് വന്ന വണ്ടിയാണ് തോന്നുന്നത്.
വന്ന കണ്ടോ, ഇതാണ് കാംഷേഡ് സ്റ്റേഷൻ. ഈ സ്റ്റേഷനോട് ചേർന്ന് നല്ല അടിപൊളിയായിട്ട് പുഴയുണ്ട്. ഈ പുഴ കാരണം ഇതൊരു എന്താ പറയുക, റെയിൽവേക്കാരുടെയൊക്കെ സ്ഥിരം ഫോട്ടോ ലൊക്കേഷനാണ്, ഒഫീഷ്യൽ ഫോട്ടോ. ഇതാണ് കാംഷേഡ് സ്റ്റേഷൻ. ബാക്ക് സൈഡിൽ ചെറിയൊരു ബോഗൻവില്ല ഗാർഡൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഗ്രില്ലൊക്കെ ഇട്ട് ഗാർഡനൊക്കെ ഇടുന്നുണ്ട് അവർ. നല്ലതാണ്. ഇവിടെ മുതൽ മുംബൈ ഡിവിഷൻ ആരംഭിക്കുകയും മുംബൈ ഡിവിഷൻ ആരംഭിക്കുന്ന ഇവിടെ മുതൽ. അപ്പോൾ നമ്മൾ അങ്ങനെ സെൻട്രൽ റെയിൽവേയുടെ മുംബൈ ഡിവിഷനിലേക്ക് കയറാണ്. പൂനെ ഡിവിഷനിലാണ് ഇത്രയും നേരം. അപ്പോൾ ലോണാവല ഫ്രൈറ്റ് യാർഡാണിത്. ഇത് ടുവേർഡ്സ് മുംബൈ പോകുന്ന ട്രെയിനുകളെ പിടിച്ച് നിർത്തുന്ന യാർഡാണിത്. ഇവിടെ നിർത്തി ഇവിടെ നിന്ന് അവർക്ക് ബ്രേക്കർ ലോക്ക് അറ്റാച്ചാണ് താഴോട്ട് വിടുന്നത്. ബി ക്യാബിൻ. ബറൗണി 32104 ഗുണ്ടക്കല്ല് ട്വിൻസ് 28255 ലീഡിങ്. നിങ്ങൾ ശ്രദ്ധിച്ച ഇവിടുത്തെ OHD ഡിസൈൻ വേറെ ശ്രദ്ധിച്ചായിരുന്നോ? OHD ഡിസൈൻ വേറെയാണ്. ഇത് പഴയ DC OHD ഡിസൈനാണ്. ഞാൻ ഇപ്പോൾ DG4G ഹോൾഡർ DG60 ഹോൾഡർ ആയിട്ടുണ്ടാകും. നമ്മളിവിടുന്ന് മിഡ് ലൈൻ വഴി വിടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളങ്ങനെ ലോണാവല സ്റ്റേഷനിലേക്ക് എത്തുന്നു. ലോണാവല ഇവിടുന്ന് ബോംബെയിലേക്ക് കയറാനുള്ള ടീംസ് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല തിരക്ക് കയറാണ്ട് ഇവിടുന്ന്. അപ്പുറത്തുനിന്ന് ശിവാജി നഗറിലേക്കുള്ള ഒരു EMI കൊടുക്കുന്നതാണ് ലോക്കൽ ട്രെയിന്. തിരക്ക് കണ്ടോ എൻ്റെ പൊന്നെ. ഈ തിരക്ക് മൊത്തം നമ്മുടെ ഈ വണ്ടിയിലോട്ട് ഇടിച്ചു കയറാനുള്ളതാണ്. നമ്മളങ്ങനെ ലോണാവലയിലെത്തി. സമയം 4:45. അപ്പോൾ ഇതാണ് ലോണാവല സ്റ്റേഷൻ്റെ മറ്റേ സൈഡിലെ പ്ലാറ്റ്ഫോമാണ്. ഈ ലോണാവലയിൽ ചിക്കി, അതായത് കപ്പലിൻ്റെ മിഠായി വളരെ ഫേമസാണ്. കപ്പലിൻ്റെ മാത്രമല്ല പല പ്രൊഡക്ട്സിനും അവർ ചിക്കി ഉണ്ടാക്കും, ബർഫി പോലെ. അത് വളരെ ഫേമസാണ്. അത് ശരിക്കും ഒരു ഹിസ്റ്ററി സത്യമാണെന്ന് എനിക്കറിയില്ല, വായിച്ചു കേട്ടിട്ടുള്ളതാണ്. ഇവിടുത്തെ ഈ റെയിൽവേ ട്രാക്ക് പണി സമയത്ത് ഇവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. നമുക്ക് പച്ച ആയിട്ടുണ്ട് സിഗ്നൽ. ഇത് ഇവിടെയാണ് ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ് ബാങ്കർ ലോക്കോസിൻ്റെ. ഈ നടുക്കലത്തെ ലൈനിൽ കിടക്കുന്ന ബാങ്കർ ലോക്കോയാണ്. ഈ ബാങ്കർ ലോക്കോൻ്റെ ട്രിപ്പ് ഷെഡാണ് ഇവിടെ ഉള്ളത്. നമ്മൾ മലയിറങ്ങാൻ പോവാണ്. ഇവിടെ മുതലാണ് ഗാർഡ് സെക്ഷൻ തുടങ്ങുന്നത്. ഈ ഗാർഡ് സെക്ഷൻ്റെ പേര് ഭോർഘാട്ട് എന്നാണ്.
അതാണ് ട്രിപ്പ് ഷെഡ്. അവിടെ ഒരു ജീസൺ കിടക്കുന്ന കാണാം. ഇതൊരു ബാങ്കർ ലോക്കമാണ്. WAG7 ആണ് ബാങ്കർ ലോക്കോസിൽ ഉപയോഗിക്കുന്നത്. ഇവരുടെ വർക്ക് എന്ന് പറയുന്നത് ബേസിക്കലി താഴെ നിന്ന് കയറി വരുന്ന ട്രെയിൻസിനെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ദൂരെ ഇത് കാണാം, ട്രിപ്പ് ഷെഡ്. ഇവിടെ ഭുവനേശ്വറിലേക്കുള്ള കൊണാർക്ക് എക്സ്പ്രസ് ഇപ്പോൾ വരും എന്നാണ് പറയുന്നത്. നമ്മളതിനെ കാണുമെന്ന് അറിയില്ല. കാര്യം ഇവിടുന്ന് ഇറങ്ങി വന്ന ചർവറ ടണൽസാണ്. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. സ്റ്റേഷൻ എൻട്രൻസ് എക്സിറ്റൊക്കെ വരുന്നതാണ്. ലോണാവല ഒരു വീക്കെൻഡ് ഹിൽ സ്റ്റേഷനാണ് ബോംബെയിൽ നിന്നുള്ള ആൾക്കാർക്ക്. ബോംബെയിൽ നിന്നുള്ള ആൾക്കാർ പലപ്പോഴും ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാനായിട്ട് ലോണാവലയിലും ഹൊപ്പോളിയിലൊക്കെയാണ് വരുന്നത്. ഉള്ള അൺറിസേർവ്ഡ് മൊത്തം അടിച്ച് കയറിയിട്ടുണ്ട് AC കോച്ചിനകത്ത്. AC 2 tier ആയിട്ടും കൂടി. നമ്മൾ മിഡ് ലൈനിൽ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. മല കയറി വരുന്ന എല്ലാ ട്രെയിനുകൾക്കും ബാങ്കർ ലോക്കോ കമ്പൽസറി ആണ്. ആ പോയത് കൊണാർക്ക് എക്സ്പ്രസ് ആയിരുന്നു. മല കയറണമെന്നുണ്ടെങ്കിൽ ബാങ്കർ കമ്പൽസറി ആണ്. ബാങ്കറിലാണ് മല കയറാൻ പറ്റില്ല. ഞാൻ മഴക്കാലത്ത് ഇതുവഴി ഒരു ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ലോക്മാന്യ തിലക് ടെർമിനസ് വിശാഖപട്ടണം എക്സ്പ്രസ്സിനായിരുന്നു പോയത്, സ്ലീപ്പറിൽ. അന്ന് ഈ റൂട്ടിൻ്റെ നല്ല കുറേ വിഷ്വൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വെയിൽ ഓപ്പോസിറ്റാണ്, ചൂട് ഉണങ്ങി കിടക്കുക എല്ലാം കൊണ്ട് വലിയ ഒരുപാടൊന്നും കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഘാട്ട് സെക്ഷൻ ഒന്ന് കവർ ചെയ്തേക്കാം എന്ന് വെച്ചു. ഞാൻ ആദ്യത്തെ ബ്രേക്ക് ടെസ്റ്റിംഗ് ഹോൾട്ടായ ഖണ്ടാല സ്റ്റേഷൻ. ഇതിൽ ഈ ബ്രേക്ക് ടെസ്റ്റിംഗ് ഹോൾട്ടുകൾ എല്ലാ തരം നിർത്തി പോകാൻ പറ്റുള്ളൂ. കാരണം ബ്രേക്ക് ടെസ്റ്റിംഗ് കമ്പൽസറിയാണ് ഡൗൺ കാട്ട് എല്ലാ വണ്ടികൾക്കും. ഇതിനകത്ത് മറ്റേ സ്പീഡ് സെൻസിറ്റീവ് സിഗ്നൽസ് ഫിറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഫിറ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ഇതുവരെ. ട്രെയിൻ പൂർണ്ണമായിട്ട് നിന്നു. ബ്രേക്കുണ്ട്. ബ്രേക്കുള്ള സ്ഥിതിക്ക് നമ്മളിനി ഇറങ്ങാൻ സമ്മതിക്കും. ഇവിടെയൊക്കെ ഫുഡ് ഓവർ ബ്രിഡ്ജൊക്കെ വരുന്നു. അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല പണ്ട്. അതൊക്കെ പുതിയതായിട്ട് പണിയുന്നുണ്ട് ഇവിടെ. ട്രെയിൻ ഇറങ്ങി പോകുന്ന കാണാം നിങ്ങൾക്ക് വീഡിയോ തന്നെ.
ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിനുകളുടെ എണ്ണം വളരെ കുറവാട്ടോ, എല്ലാം ഇങ്ങനെ നിന്ന് പോകുന്നതാണ്. സ്റ്റോപ്പുള്ള വണ്ടികളുണ്ട്, പക്ഷെ അതല്ലാണ്ട് എല്ലാ ഡൗണിലെ വണ്ടികളും ഇവിടെ നിർത്തും. ഇവിടെ നിന്ന് റൈറ്റിലോട്ടൊരു കാറ്റ് സൈഡിങ് കയറി പോകുന്നുണ്ട്, അപ്പുറത്തെ ലൈനിൽ കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മുടെ ലൈനിലുണ്ട് കാറ്റ് സൈഡിങ്, ഇതായിരുന്നു നമ്മുടെ ലൈനിൻ്റെ കാറ്റ് സൈഡിങ്. ഈ കയറി പോകുന്ന സാധനമാണ് കാറ്റ് സൈഡിങ്. അതായത് ട്രെയിനിന് ബ്രേക്ക് നഷ്ടപ്പെട്ട ഒരു ട്രെയിൻ ഇവിടെ നിർത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ലൈൻ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്തിരിക്കുന്ന കാറ്റ് സൈഡിങ്ങിലേക്കാണ്. അപ്പോൾ ട്രെയിൻ ഇവിടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കാറ്റ് സൈഡിങ് കയറി ആ കയറ്റം കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി പവർ വേ നിൽക്കുമല്ലോ വണ്ടി. അതാണ് എൻ്റെ ടെക്നോളജി. നമ്മുടെ ഡൗൺ ലൈന്, അതായത് മല കയറി വരുന്ന ലൈന്, അത് വേറെ ഏതോ വഴി കൂടെയാണ് വരുന്നത്. ഇതിൻ്റെ പേര് ടാറ്റ ബ്രിഡ്ജ് ആണ്. മഴക്കാലത്ത് ഇവിടെ വെള്ളം വീഴുന്നുണ്ടാവും എപ്പോഴും. വാട്ടർ സപ്ലൈ ആയിരുന്നു അത്. ഈ റൂട്ടിൽ അധികം താമസിയാതെ മീൻസ് ഇവിടുന്ന് ബോംബെക്കും പൂനെക്കും ഇടയ്ക്ക് വേറൊരു ലൈൻ വരുന്ന റെയിൽവേ പറയുന്നുണ്ട്. അതായത് എക്സിസ്റ്റിംഗ് ഈ ഘാട്ട് സെക്ഷൻ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഘാട്ട് കുറവായിട്ട് ടണലുകൾ വഴി ഒരെണ്ണം പണിയും എന്ന് പറയപ്പെടുന്നുണ്ട്. ഡീറ്റെയിലൊന്നും എത്തിയിട്ടില്ല, പറച്ചിലേ ഉള്ളൂ. മുകളിൽ കൂടെ പോകുന്ന എക്സ്പ്രസ് വേ ആണ്, മുംബൈ പൂനെ എക്സ്പ്രസ് വേ. മങ്കി ഹിൽ ക്യാബിൻ എത്താറായി. മങ്കി ഹിൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്യാബിനാണ്. മൊത്തം 4 ബ്രേക്ക് ടെസ്റ്റിംഗ് ഹോൾഡറാണ്. നമ്മൾ മിഡ് ലൈനിലായതുകൊണ്ട് നമ്മൾ നാഗ്നാഥ് ലൈൻ, അത് തേർഡ് ലൈൻ വഴി പോകില്ല. നമ്മൾ മറ്റേ മുകളിലോട്ട് ട്രെയിനിൽ കയറി വരുന്ന ലൈന് പാരലായിട്ട് തന്നെ ഓടാൻ പോകുന്നത്. വീണ്ടും ഒരു ക്രോസിങ്. ഹൈദരാബാദ് മുംബൈ എക്സ്പ്രസ് ആയിരുന്നത്. ഈ കൊക്ക എല്ലാ പ്രാവശ്യം ഞാൻ കാണിക്കാൻ വിട്ടുപോകുന്നതാണ്. ഇപ്രാവശ്യം ഈ കൊക്ക കണ്ടേക്കാം. എന്നാൽ ദൂരെ കുറേ ഇതുണ്ട്, അതൊക്കെ ഇതാണ് വീക്കെൻഡ് റിസോർട്ടുകളും ഒക്കെയാണ് ബിൽഡിങ്ങുകൾ കാണുന്നതൊക്കെ. മഴക്കാലത്ത് കാണാൻ ഈ സ്ട്രെച്ച് വേറെ ലെവലാണ്. ഇപ്പോൾ ഫുൾ ഉണങ്ങിയിരിക്കുകയാണ്. മഴക്കാലത്ത് ഈ സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സ്വർഗമാണ്.
ബിൽഡിങ്സ് വരുന്നുണ്ട്. ഇതെല്ലാം ടൂറിസം മാത്രം മുന്നിൽ കണ്ടുവരുന്ന ബിൽഡിങ്സ് കേട്ടോ. ഇവിടെ വീക്കെൻഡ് ട്രാഫിക്, വീക്കെൻഡ് ടൂറിസമാണ് ഇവിടെ മെയിനായിട്ട്. അല്ലാണ്ടും എന്തൊക്കെയോ കാണാനുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ മഴക്കാലത്തൊക്കെ നല്ല രസമെന്നാണ് പറയപ്പെടുന്നത്. ഞാനിന്ന് അവരെ ലോണോല സ്ഥലം കാണാൻ വന്നിട്ടില്ല. അടുത്ത ബ്രേക്ക് ടെസ്റ്റിംഗ് ഹോളിൽ എത്തിയെന്ന് തോന്നുന്നു. ബ്രേക്ക് പിടിച്ച് വന്നിട്ട് എനിക്കൊന്ന് താഴെ ബ്രേക്ക് ഷൂ ചൂടായി തുടങ്ങി. നല്ല പുകഞ്ഞ മണം വരുന്നത്. ഏതോ വണ്ടി മുകളിലോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാര്യം സിഗ്നലുണ്ട്, ഓപ്പോസിറ്റ് ലൈനിൽ പച്ച സിഗ്നലുണ്ട്. അപ്പുറത്തെ ലൈൻ അങ്ങ് അറ്റത്ത് കിടക്കുന്നത്. അതിന് അപ്പുറത്തോട്ട് വലിയ ഗ്യാപ്പൊന്നുമില്ല. വണ്ണിൻ 38 ഡൗൺ ആണ്. കാരണം നല്ല ഷാർപ്പ് ഇറക്കമാണത്. ഫ്രൈറ്റ് കയറി പോകുന്ന സ്റ്റോളായെന്ന് തോന്നുന്നു കണ്ടിട്ട്. BT പെൻഡ്രൈക്കാ ലോഡഡ് ആയിരിക്കും. ടണലിനകത്ത് ഉണ്ടാവും. അത് സ്റ്റോളായതായിരുന്നു തോന്നുന്നു കേട്ടോ കണ്ടിട്ട്.
മറ്റേലെല്ലാം ദൂരെ പോയതുണ്ടോ? ദൂരെ പോയി. കഴിയാറായി ഘാട്ട്. നമുക്കിനി മുംബൈ CSTയിലോട്ട് 106 കിലോമീറ്ററും കൂടി ഉണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 1800 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഘാട്ട് സെക്ഷൻ ഏകദേശം തീർന്നു. നമ്മൾ പളസ്ധരി എത്തുന്നു. പളസ്ധരി എത്തുന്നതോടുകൂടി ഘാട്ട് സെക്ഷൻ തീരും. പിന്നെ നേരെ കർജത്ത് നമ്മൾ അങ്ങോട്ട് മെയിൻ ലൈൻ പിടിച്ചങ്ങ് പോകും. പളസ്ധരി എത്തി. ഘാട്ട് സെക്ഷൻ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നേരെ കർജത്ത് സ്റ്റേഷനിലേക്ക് ചെല്ലും. നമുക്ക് ഹോൾട്ടില്ല. നമ്മുടെ അടുത്ത ഹോൾട്ട് കല്യാണിലാണ്. ഇനി ഇവിടെ ഒരു വണ്ടി മല കയറാൻ കാത്തു നിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് അവിടെ മറ്റേ ഫ്രൈറ്റ് സ്റ്റോളായിട്ടുണ്ടല്ലോ. അപ്പോൾ മിക്കവാറും ഇവനിപ്പോൾ നമ്മുടെ ലൈനിലോട്ട് കയറ്റി വിടും. നമ്മൾ ഇറങ്ങി വന്ന ലൈനിലോട്ട്. ലാലാഗുഡ ഷെഡിന് 37658 ആണ്. പൻവേൽ നാന്ദേഡ് എക്സ്പ്രസ്. കാത്തിരിക്കുകയാണ്. നമ്മൾ മല ഇറങ്ങി വന്നു. ഇവിടെ 2 ഫ്രൈറ്റേഴ്സ് കിടക്കുന്നുണ്ട്. അത് യാടി കിടക്കുന്ന, മല കയറാൻ കിടക്കുന്നതല്ല. പുതിയ സ്റ്റേഷൻ, പുതിയ സബർബൻ ടെർമിനൽ. ടെക്നിക്കൽ സ്റ്റാഫ് വേണ്ട ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഇത് കർജത്ത് പൻവേൽ സബർബൻ കോറിഡോറിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ യാർഡാണ്. കർജത്ത് പൻവേൽ ലൈനാണ് പാലം കയറി പോകുന്നത്. പാലം കയറി നമ്മൾ മെയിൻ ലൈനെ കടന്നു പോകും. ഇതേപോലൊരു പാലം പൻവേൽ എങ്കിലും ഉണ്ട്. അതിന് പൻവേൽ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും വേണം കാണിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് പൻവേൽ കർജത്ത് സബർബൻ കോറിഡോർ. അതിന് താഴെ കൂടുതൽ ഇങ്ങോട്ടും ഒരു ലൈൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു സ്റ്റേഷനിൽ നിന്ന്. അതുകൊണ്ട് ഇവിടെയും ലാൻഡ് ലെവലിംഗ് ഉണ്ട്. മേ ബി മെയിൻ ലൈനിലോട്ടും കൂടി കണക്ഷൻ വരുന്നുണ്ടാവുമായിരിക്കും. ഇവിടെ കൂടുതൽ സ്റ്റേബിളിംഗ് ലൈൻ വരുന്നതാണോ എന്താ സംഭവം അറിയില്ല.
ബദലാപൂർ വന്ദേ ഭാരത്. അപ്പം നമ്മളങ്ങനെ എന്താ പറയുക, കർജത്ത് കഴിഞ്ഞു, കുറേ ദൂരം ഓടി, ബദലാപൂർ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഏകദേശം അംബർനാഥൊക്കെ എത്താറായിരുന്നു. വലിയ ദൂരമില്ല ഇനി കല്യാണിലേക്ക്, നമ്മുടെ അടുത്ത സ്റ്റോപ്പിലേക്ക്. ഡെക്കൻ ക്വീൻ വരുന്നു. സ്വന്തമായിട്ട് ലിവറിയൊക്കെ ഉള്ള ട്രെയിൻ ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് വേറെ ലെവലല്ല. ദാദറിലേക്കുള്ള ഒരു EMI ഉണ്ട്, നമ്മളതിന് ഓവർടേക്കാണ്. സൺഡേ ആണെന്നുള്ളതൊന്നും ഇവിടുത്തെ തിരക്കിനൊരു പരിധിയല്ല കേട്ടോ. സൺഡേ ആണെങ്കിലും മൺഡേ ആണെങ്കിലും ബോംബെ ഈസ് ഓൾവേസ് റണ്ണിങ്. ഈ മോളിൽ കൂടെ പോകുന്ന റെയിൽവേ ലൈനാണ് കല്യാണി ആടിന്ന് ടുവേർഡ്സ് കസാറ പോകുന്നത്. ഗുഡ്സ് ട്രെയിനുകൾ പോകുന്ന ലൈനാണ്. ഈ ലൈനുള്ളിലാണ് കല്യാണ ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഉള്ളത്. ഫ്യൂച്ചറിൽ എക്സ്പ്രസ് ട്രെയിനുകൾ അതുവഴിയാവും. സൂര്യൻ ബിൽഡിങ്ങിന് പുറകെ വിളിച്ചിട്ടുണ്ടോ? നല്ല ഭംഗിയിട്ടല്ലേ. ഇപ്പുറത്തുനിന്ന് വരുന്നതാണ് കസാര എന്ന് വരുന്ന ലൈൻസ്. അങ്ങേ അറ്റത്ത് കാണുന്ന ലൈനാണ് കസാര എന്ന് പറയുന്ന നാസിക് ലൈനാണ്. അവിടുന്ന് ട്രെയിൻ പുറപ്പെട്ട് വരുന്നുണ്ടോ ഒരു ട്രെയിൻ? ഈ റോഡിൻ്റെ 30394 ആണല്ലോ ഇപ്പോൾ. രാജ്കോട്ട് കോയമ്പത്തൂർ എക്സ്പ്രസ് ആണത്. जाने वाली चीनी लोकल दौड़े के समय में प्लेटफॉर्म क्रमांक 4 पर आ रही है. അപ്പം നമ്മളങ്ങനെ കല്യാൺ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം 7ലേക്ക് എത്തിയിരിക്കുകയാണ്. नागरकोइल मुंबई प्लॅटफॉर्म क्रमांक 7 वर उभी असलेली गाडी 1635 अप नागरकोइल. അങ്ങനെ നമ്മൾ കല്യാണിലെത്തി. ഇവിടെ ഇപ്പോൾ അനൗൺസ് ചെയ്തത് ഈ വണ്ടി 16352 ആണ്. വേഗം തന്നെ പുറപ്പെടുന്നത്. മണി 6:22 കല്യാണി നമ്മൾ പുറപ്പെടായി. ही लोकल डोंबिवली, ठाणे, घाटकोपर, कुर्ला या स्थानकांवर थांबेल. 6:18 की दादर जाने वाली तेज लोकल पुणे की समय में प्लेटफॉर्म क्रमांक 6 पर आ रही है. ക്രൗഡായിട്ട് ഇവിടെ ഇറങ്ങിയത്. 6:18 दादरला जाणारी जलद लोकल पुण्यात वेळात प्लॅटफॉर्म क्रमांक 6 वर പച്ച സിഗ്നൽ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ മറ്റേ ലൈൻ വഴിയാണ് പോകാൻ പോകുന്നത്. 6th ലൈൻ വഴിയാണ് പോകാൻ പോകുന്നത്.
അതായത് മെയിൻ ലൈൻ വഴി. ഒരു സൺഡേ ആണ്. സൺഡേ ഫാസ്റ്റ് ലോക്കലിന് തിരക്ക് കണ്ടോ? എനിക്കിനിപ്പോൾ മുംബൈ CSMT പോയ ഫാസ്റ്റ് ലോക്കൽ പിടിച്ചു വേണം തിരിച്ചു വരാൻ. ഇതാണ് അവസ്ഥ. പക്ഷെ എന്നാലും നമ്മൾ മുംബൈ CSMT വരെ പോകുന്നുണ്ട് കേട്ടോ. മുംബൈ CSMT പോയി തിരിച്ചിടാം. മുകളിൽ കൂടെ പോകുന്ന പാലങ്ങളാണ് നമ്മുടെ വസായി റോഡിൽ നിന്ന് പൻവേലോട്ട് പോകുന്ന ലൈന്. അതിൽ നമ്മുടെ അടുത്ത് ആദ്യം കാണുന്ന 2 പാലങ്ങൾ DFCയുടെ ലൈനാണ്, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ. അതിനപ്പുറത്തുള്ളതാണ് എക്സ്പ്രസ് ട്രെയിനുണ്ട്. നമ്മളിതിൻ്റെ മുകളിൽ കൂടെ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ളതാണ്. മുകളിലായിട്ട് ഒരു കോപ്പർ സ്റ്റേഷനുണ്ട്. മുകളിലെ കോപ്പർ സ്റ്റേഷനുണ്ട്. ഇതാണ് താഴത്തെ കോപ്പർ സ്റ്റേഷൻ. ഈ പോകുന്ന ലൈന് കല്യാൺ സൈഡിൽ നിന്ന് വന്ന വസായി സൈഡിലോട്ട് പോകാനുള്ളതാണ്. നമ്മളിതുവരെ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പണ്ട്, വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. നമ്മൾ കുറച്ച് നേരത്തെ കണ്ട ആ മറ്റേ വണ്ടി ഉണ്ടല്ലോ, എന്താ നമ്മുടെ രാജ്കോട്ട് കോയമ്പത്തൂർ അതുവഴിയാണ് വന്നിട്ടുണ്ടാവുക. ഇതാണ് വസായി റോഡിൽ നിന്ന് പൻവേലോട്ട് വരുന്ന ലൈനാണ്. വസായി റോഡിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി പൻവേലോട്ട് പോകും. നമ്മൾ ഇതുവഴി കഴിഞ്ഞിടയ്ക്ക് തന്നെ 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എറണാകുളം ദുരന്തോൻ്റെയും അതുപോലെ മറ്റേ നമ്മുടെ ഹംസഫർ എക്സ്പ്രസിൻ്റെയും.
അൺഫോർച്ചുനേറ്റ്ലി ഇനി ഈ ലൈനിൽ കൂടെ ഒരു വീഡിയോ കൂടെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്നെ തല്ലരുത്. സത്യം പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിക്കാണ്ട് ബുക്ക് ചെയ്തതാണ്. പൻവേലിലോട്ട് പോകുന്ന ലൈൻ ഇവിടുന്ന് ലെഫ്റ്റ് പോകും. ഈ ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് പൻവേൽ ലൈന്. അതാണ് പൻവേൽ ലൈന്. അതിൽ വണ്ടിയൊന്നുമില്ല. മറ്റേ ഫ്ലൈറ്റ് വല്ലപ്പോഴൊക്കെ കാണാറില്ല, ഒന്നുമില്ല. ഇതാണ് പൻവേലിൽ നിന്ന് വന്ന് ദിവയിലേക്ക് വരുന്ന ലൈന്. നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്സൊക്കെ ഇതുവഴിയാണ് വരുന്നത്. നേത്രാവതി മത്സ്യഗന്ധ ഇതുവഴിയാണ് വരുന്നത്. ഇതാണ് ദിവ സ്റ്റേഷൻ. അവിടെ ഒരു മെമു കിടക്കുന്നുണ്ട്. ട്രെയിനുകളുടെ പോക്കൊക്കെ റണ്ണിങ് റേസ് പോലെയാണ്. ഒരെണ്ണം പോയി അടുത്ത പോകുന്നു. ഞാനിന്നൊരു WDP4 ഹോൾഡ് ട്രെയിൻ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ഥാനയിലേക്ക് എത്തുകയാണ്. എനിക്കിവിടെ ഇറങ്ങാനൊരു ടെംപ്റ്റേഷനുണ്ട്. പക്ഷേ വേണ്ട, നമുക്ക് CSMT വരെ പോയിട്ട് വരാം. WDP 4D 40473 പുണെ തന്നെയാണ്. പുണെ CSMT ധുലെ CSMT പുണെ. CSMT പുണെ വണ്ടിയാണ്. ഏത് വണ്ടിയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ പുണയിലെത്തി. സമയം 6:42. ആ കിടക്കുന്ന സിൻഹഗഡ് എക്സ്പ്രസ് ആണ് അനൗൺസ്മെൻറ്റ് വന്നു കേട്ടോ. ഇത് പ്ലാറ്റ്ഫോം 8 ഓഫ് ഥാനയാണ്. അപ്പുറത്തിലാണ് പ്ലാറ്റ്ഫോം 7. ഈ ചാനലിൽ പേര് വരാൻ കാരണമായ പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോം 7. അപ്പോൾ അങ്ങനെ നമ്മൾ ഥാനയിൽ നിന്നും പുറപ്പെട്ടു. ഥാനയുടെ പ്ലാറ്റ്ഫോം നമ്പർ 8 നിന്നും പുറപ്പെട്ടു. നല്ല തിരക്കിറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സൺഡേ ആയതുകൊണ്ടുള്ള തിരക്കാണത്. लोकमान्य टिळक टर्मिनस सुरतची कलाईवर डॉक्टर NG रामचंद्रन चेन्नई सेंट्रल एक्सप्रेस वाया डॉक्टर NG रामचंद्रन चेन्नई सेंट्रल एक्सप्रेस वाया നമ്മൾ ഥാനയിൽ നിന്ന് തന്നെ മെയിൻ ലൈനിൽ കയറി. ഥാനയിൽ നിന്ന് തന്നെ നമ്മൾ മെയിൻ ലൈനിലോട്ട് കയറുകയാണ്. ഐ മീൻ ഫാസ്റ്റ് ലൈനിലോട്ട് കയറുകയാണ്. അത് പൊളിച്ചു. അപ്പം നമുക്കിനി മറ്റേ വിക്രോളി അല്ലെങ്കിൽ വിദ്യാവിഹാറിനടുത്തെത്തിയിട്ട് പിന്നെ കിടന്ന് സർക്കസ് കളിക്കേണ്ട. കല്യാൺ ഫാസ്റ്റാണ്. ഇതിനൊന്നും വലിയ തിരക്കില്ല. വരുന്നു LTT ചെന്നൈ. ലോക്കോ നമ്പർ കാണാൻ ഒരു വഴിയില്ല.
ബോംബെ വോക്കലിന് ഓട്ടേക്കിന് അത്ര എളുപ്പമൊന്നുമില്ല കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈനുകളാണ് ലോക്മാന്യ തിലക് ടെർമിനസിലോട്ട് പോകുന്നത്. ഈ ട്രെയിന് ഏപ്രിൽ 18 മുതൽ തിരുവനന്തപുരത്ത് നിന്നിപ്പോൾ ലോക്മാന്യ തിലക് ടെർമിനസ് വരെ ഉണ്ടാവുള്ളൂ. ആ ഉള്ളിലോട്ടുള്ളായിരുന്നു ലോക്മാന്യ തിലക് ടെർമിനസ്. ഇതാണ് കുർള ജംഗ്ഷൻ സ്റ്റേഷൻ. പിക് പിക് എന്നുള്ള സൗണ്ട് കേട്ടത് ഇതാണ്. ഹാൻഡിക്യാപ്പിനുള്ള കോച്ച് വരുന്ന സ്ഥലമാണ്. ഏതോ ട്രെയിൻ ഞാൻ ലൈറ്റാണപ്പോൾ ശ്രദ്ധിച്ചില്ല, ലോക്കലായിരിക്കുന്ന വെച്ചാൽ. അപ്പോൾ നമ്മളങ്ങനെ ദാദറിലേക്ക് എത്തുകയാണ്. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്, ഇറങ്ങാൻ ഒരുപാട് പേരുണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് തൽക്കാലം റൈറ്റ് സൈഡിലെ പ്ലാറ്റ്ഫോം കണ്ട് തൃപ്തിപ്പെടാം. ആൾക്കാരെ ഇറങ്ങിക്കഴിഞ്ഞ് പ്ലാറ്റ്ഫോം ഒന്ന് കാണിക്കാം. അങ്ങനെ ദാദറിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 12 വന്നിരിക്കുന്നത്. തിരക്കുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾ, ലോക്കൽ എല്ലാത്തിനും കൂടിയുള്ള തിരക്കാണ്. ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ കയറി വരുന്ന പോലെ എനിക്ക് തോന്നി. ഇതാണ് നമ്മൾ മറ്റ് പ്ലാറ്റ്ഫോം. സമയം 7:05 വന്നു, ഇപ്പോൾ 7:06 സിഗ്നൽ ആയിട്ടുണ്ട്. ഇപ്പം നമ്മളെടുത്ത് പോകും. പച്ച കാണാൻ എനിക്ക്. ഈ ഫസ്റ്റ് റെഡ് ആണോ സെക്കൻഡ് കാണുന്ന പച്ചയാണോ നമ്മുടെ സിഗ്നൽ എന്നുള്ള അറിയില്ല കേട്ടോ. നമ്മളങ്ങനെ മസ്ജിദ് എത്തി. നിൽക്കണ്ട, നമുക്ക് നേരെ സിഗ്നൽ ഉണ്ട്. 7:16 ഒരു 7:25 ആകുമ്പോഴേക്കും നമ്മൾ പ്ലാറ്റ്ഫോമിൽ കയറും. മസ്ജിദിൽ 4 പ്ലാറ്റ്ഫോംസാണുള്ളത്. 2 ഹാർബർ ലൈനും 2 സ്ലോ ലൈനും. ഫാസ്റ്റ് ലൈൻ ഇവിടെ പ്ലാറ്റ്ഫോം ഇല്ല. ഇങ്ങനത്തെ കല്യാണിലേക്കുള്ള ഒരു സ്ലോ ലോക്കലും ഇപ്പുറത്ത് ബദ്ലാപൂരിലേക്കുള്ള ഒരു ഫാസ്റ്റ് ലോക്കലും. കാണിയുടെ എൻട്രി പിടിക്കുന്നത് ഒന്നാണ്. കാണിയുടെ എൻട്രി പിടിക്കുന്നത് ഒന്നാണ്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്ത പ്ലാറ്റ്ഫോമിലേക്കല്ല എന്നത് എൻട്രി കിട്ടിയില്ല. അപ്പോൾ നമ്മളങ്ങനെ മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിലെത്തിയിരിക്കുക. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. സമയം 7:21. ഞാൻ പ്രതീക്ഷയിലും പെട്ടെന്ന് വന്ന് കയറി. 7:21 മുംബൈ CSMTയിൽ വന്ന് കയറി. പ്ലാറ്റ്ഫോം 10 വന്നിരിക്കുന്നത്. ഇനി ബാക്കി മുന്നത്തിൽ പറഞ്ഞ് അവസാനിക്കും.
അപ്പോൾ റേക്ക് ക്ലീൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് കയറി കഴിഞ്ഞു. ഇവരിന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് 8:35 റേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇൻകമിംഗ് ലോക്കോ ഇവിടെ കിടക്കും. എനിക്കത് ഇൻകമിംഗ് ലോക്കോ നാളെ തിരിച്ചു പോകുമെന്ന് തോന്നും. എങ്കിൽ പിന്നെ നമുക്ക് പതുക്കെ പുറത്തിറങ്ങാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ UPSC ID നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ട്രെയിൻ ഇനി മുംബൈ CSTയിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 18 മുതൽ ഈ വണ്ടി ലോക്മാന്യ തിലക് ടെർമിനസിലേക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മുംബൈ CSMTയിലേക്ക് കേരളത്തിൽ നിന്നും ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടാവുകയില്ല. അപ്പോൾ മുംബൈ CSMTയിലുള്ള അവസാനത്തെ ട്രെയിൻ യാത്ര എന്ന് തന്നെ പറയാം. കേരളത്തിൽ നിന്ന് ഡയറക്റ്റായിട്ടുള്ള അവസാനത്തെ ട്രെയിൻ യാത്ര തന്നെയാണിത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നായിരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ദിസ് ഇസ് വിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you again in the next video. Until then, bye-bye.